നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് പോകേണ്ടത് അത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. ഇസ്രയേലിലേക്ക് ഇപ്പോൾ ഹമാസ് ആക്രമണം നടത്തിയിരിക്കുകയാണ്. സദേൺ ഇസ്രയേൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്നാൽ പല ന്യൂസ് നെറ്റ്വർക്കുകളും ഇത് പല രീതിയിലാണ്, അതായത് ഈ ഒരു ഹമാസിന്റെ ആക്രമണത്തിൽ എന്തൊക്കെ നാശനഷ്ടം സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പല രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ടൈംസ് ഓഫ് ഇസ്രയേൽ പറയുന്നത് രണ്ട് ഇസ്രയേലി പൗരന്മാർക്ക് പരിക്ക് പറ്റിയെന്നാണ്. എന്നാൽ ഇറാന്റെ മാധ്യമങ്ങൾ പറയുന്നത് 2 ഡസനോളം ആൾക്കാർക്ക് പരിക്ക് പറ്റിയെന്നാണ്. ഇത് സംബന്ധിച്ച് ഇസ്രയേലിൽ നിന്ന് തന്നെ നിരവധി വീഡിയോകൾ, അതുപോലെ തന്നെ ഫോട്ടോ എല്ലാം തന്നെ നമുക്ക് പുറത്തു വരുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ, ഈ ഒരു വീഡിയോ എല്ലാം കാണാൻ നേരത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശക്തമായൊരു ആക്രമണമാണ് ഇസ്രയേലിന് നേരെ ഇപ്പോൾ ഹമാസ് നടത്തിയിരിക്കുന്നതെന്നാണ്. ഇസ്രയേലിനെ സംബന്ധിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ യുദ്ധം ജയിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമായി തന്നെയാണ് വിലയിരുത്തുന്നത്. അതായത് ഒരു വശത്ത് നിന്ന് ശക്തമായിട്ടുള്ള ആക്രമണമാണ് യമനിലെ ഹൂതികളിൽ നിന്ന് ഇസ്രയേൽ നേരിടുന്നത്. അതിന് പുറമെയാണ് ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിനിടെ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു വാർത്ത വരുന്നുണ്ട്. ഇറാൻ പറയുന്നത് അമേരിക്ക ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു അറബ് രാജ്യത്ത് നിന്ന് യാതൊരുവിധ സപ്പോർട്ടും കിട്ടരുത് എന്നാണ് ഇറാൻ ഇവിടെ പറയുന്നത്. അറബ് രാജ്യങ്ങളും ഇതിനനുസരിച്ച് തന്നെ, അതായത് തങ്ങളുടെ ഭൂമി ഇറാന് നേരെ യാതൊരുവിധ കാര്യത്തിനും ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ അറബ് രാജ്യങ്ങളും പറയുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം ഇറാന് ചുറ്റും അമേരിക്കയ്ക്ക് ബേസുകളുണ്ട്. ഇതിൽ തന്നെ കുറച്ച് ബേസുകൾ ഈ ഒരു അറബ് രാജ്യത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഇറാൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്. അതായത് ഇറാനെ ആക്രമിക്കാനായിട്ട് യാതൊരുവിധ പിന്തുണയും യാതൊരുവിധ സപ്പോർട്ടും അവരുടെ ഭൂമിയിൽ നിന്ന് കൊടുക്കരുത് എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതിനിടെ യമനും എത്തിയിട്ടുണ്ട് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായിട്ട്. യമനിലേക്കുള്ള അമേരിക്കയുടെ ആക്രമണം നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ബേസുകൾ, യമന് ചുറ്റുമുള്ള അമേരിക്കയുടെ ബേസുകൾ ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ യമൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യമനിലേക്ക് തുടർച്ചയായിട്ട് അമേരിക്ക ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് എങ്കിൽ പോലും വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളോ അതുമായി ബന്ധപ്പെടുത്തിയ വാർത്തകളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനിടെ അമേരിക്ക ഇറാന് സമീപം B-2 ബോംബറുകൾ വിന്യസിച്ചതായിട്ട് ഒരു വാർത്ത വരുന്നുണ്ട്. ഇതിന് തിരിച്ചടി എന്ന രീതിയിൽ ഇപ്പോൾ ഇറാനും രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവരും അവരുടെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള റഡാറുകൾ തന്നെ അതിർത്തി മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതായത് അമേരിക്കയുടെയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെയും ഇത്തരം നടപടികൾ, അതായത് ഇറാന് പ്രകോപനമുണ്ടാകുന്ന നടപടികൾ തുടർച്ചയായിട്ട് എടുക്കുന്നതിൻ്റെ ഒരു സാഹചര്യം മുൻനിർത്തിയിട്ടാണ് ഇറാൻ ഇപ്പോൾ ഇങ്ങനെ അതായത് ഹൈ അലേർട്ടിലേക്ക് ഇറാൻ പോകുന്നത്. അതായത് അവരുടെ സൈന്യവും ഇപ്പോൾ വളരെയധികം ഹൈ അലേർട്ടിലാണ് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. റീസെൻ്റ് ആയിട്ടുള്ള അമേരിക്കൻ ആക്ടിവിറ്റീസ് നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിരവധി യുദ്ധ സാമഗ്രികളാണ് ഇപ്പോൾ ഈ ഇറാന് സമീപത്തായിട്ട് അവർ വിന്യസിച്ചിരിക്കുന്നത്. റീസെൻ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റ് ക്യാരിയറാണ് ഇപ്പോൾ ഇറാന്റെ തെക്കൻ തീരത്തേക്ക് ഇപ്പോൾ അമേരിക്ക അയച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യങ്ങൾ ഒരു പക്ഷേ മാറാതിരിക്കട്ടെ. എന്നിരുന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളെല്ലാം തന്നെ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച.